പുതിയ നിയമത്തിൽ 4 സുവിശേഷ പുസ്തകങ്ങളാണ് ഉള്ളത്. 1 മത്തായി എഴുതിയ സുവിശേഷം, 2 മാർക്ക് എഴുതിയ സുവിശേഷം, 3 ലൂക്ക എഴുതിയ സുവിശേഷം, 4 യോഹന്നാൻ എഴുതിയ സുവിശേഷം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 6 മുതൽ 13 വാക്യങ്ങൾ. മാർക്ക് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 3 മുതൽ 9 വരെ വാക്യങ്ങൾ. ലൂക്ക എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെ വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വിവരണം. യേശു തൻ്റെ അപ്പോസ്തലന്മാരുമായി പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് ബേഥാനിയിൽ വരികയാണ്. ബേഥാനി എന്ന സ്ഥലം ഇസ്രയേലിൻ്റെ തലസ്ഥാനമായ യെരുശലേമിൽ നിന്നും അടുത്തുള്ളൊരു സ്ഥലമാണ് ബേഥാനി. പെസഹ എന്നാൽ യഹൂദന്മാരുടെ ഒരു ഉത്സവമാണ്. അതായത് ഇസ്രയേലിയർ മിസ്രൈമിൽ അടിമകളായിരുന്നപ്പോൾ മിസ്രൈമിലെ 10 ബാധയിൽ നിന്ന്, അതായത് കടിഞ്ഞൂൽ സംഹാരങ്ങളിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇസ്രായേൽ മക്കൾ 430 വർഷം മിസ്രൈമിൽ അടിമകളായി അതിന് ശേഷം അവർ വിടുതൽ നേടിയതിൻ്റെ ദിനമായിട്ടും ആചരിക്കുന്ന ഒരു ഉത്സവമാണ് പെസഹ. ഈ പെസഹയ്ക്ക് 6 ദിവസം മുമ്പാണ് യേശുവും അപ്പോസ്തലന്മാരും ബേഥാനിലെത്തുന്നത്. അങ്ങനെ കുഷ്ഠരോഗിയായിരുന്ന ശിമോൻ്റെ, പരിശുദ്ധനായിരുന്ന ശിമോൻ്റെ വീട്ടിൽ പന്തിയിൽ ഇരിക്കുന്നത്. പരീശനായ ശിമോൻ്റെ കുഷ്ഠരോഗം യേശു സൗഖ്യമാക്കിയത് കൊണ്ടായിരിക്കാം ഇങ്ങനൊരു അത്താഴം യേശുവിന് ഒരുക്കിയതെന്ന് അറിയാൻ കഴിയുന്നു. ഈ അവസരത്തിൽ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണിയുമായി വന്ന് യേശുവിൻ്റെ പിന്നിൽ നിന്ന് വളരെ ദുഃഖിതയായി കണ്ണീർ ഒഴുക്കി ആ കണ്ണുനീര് യേശുവിൻ്റെ പാദത്തിൽ വീഴുന്നുണ്ടായിരുന്നു. ശേഷം അവൾ തൻ്റെ തലമുടി കൊണ്ട് പാദം തുടച്ച് ഭരണി തുറന്ന് അതിലെ വിലപിടിപ്പുള്ള സ്വച്ഛ ജഡ മാംസി തൈലം കാലിലൊഴിച്ച് യേശുവിൻ്റെ പാദത്തെ അവൾ ചുംബിച്ചു. ഇത് ശിമോൻ കണ്ടപ്പോൾ ശിവൻ്റെ മനസ്സിൽ തോന്നി, യേശു ഒരു പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തുടർന്ന് ആരെന്നും അറിയുമായിരുന്നു, ഇവൾ പാപിയല്ലോ എന്ന്. ശിമോൻ അങ്ങനെ മനസ്സിൽ തോന്നുന്നതിൻ്റെ കാരണം, അന്ന് പരിസയ്യർ, ശാസ്ത്രികൾ, അതുപോലെ മഹാപുരോഹിതന്മാർ ഒഴികെ മറ്റുള്ളവരെല്ലാം പാപികളായിട്ട് ഒരു അർപ്പമായി എണ്ണപ്പെട്ടിരുന്നു മറ്റുള്ളവർ. ഇത് സംഭവിക്കുന്നത് AD 30 മുതൽ 33 ഇടയിലുള്ള കാലഘട്ടത്തിലാണ്. എന്നുവെച്ചാൽ യഥാർത്ഥത്തിൽ യേശു ഒഴികെ മറ്റെല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ പാവമുള്ളവരാണ്.
പക്ഷേ അത് മനസ്സിലാക്കാതെ അവളെ പാപിയായി എണ്ണി ശിമോൻ ചിന്തിക്കുകയാണ്, യേശു ഒരു പ്രവാചകനായിരുന്നെങ്കിൽ തുടർന്നവൾ ആരെന്ന് എന്നുവെച്ചാൽ അവളൊരു പാപിയാണെന്നാണ് ശിമോൻ്റെ മനസ്സിലുള്ളൊരു വാദം. ശിമോൻ എന്നല്ല, അന്ന് മറ്റു പരിസയർ, സദൂക്യർ, അതുപോലെ മഹാപുരോഹിതന്മാർ, ശാസ്ത്രികൾ, ഇവരൊക്കെ പാവമില്ലാത്തവരും മറ്റുള്ളവരൊക്കെ പാവമുള്ളവരുമായി എണ്ണുന്ന ഒരു കാലഘട്ടം വരുന്നത്. യഥാർത്ഥത്തിൽ യേശു വഴി എല്ലാവരും പാവമുള്ളവരാണ്. അത് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലായിട്ടും അഹങ്കരിക്കുന്നൊരു മനോഭാവം ഇവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ യേശു പാപികളെ തേടി വന്ന ഒരു ദൈവപുത്രനാണ്. ആർക്കും ആരെ വേണം തൊടാം. കാരണം എല്ലാവരും യേശുവിനെ തവിர എല്ലാവരും പാപികളാണ്. അത് എപ്പോഴും മനസ്സിരുത്തി വേണം ഞാൻ പ്രവർത്തിക്കുന്നതും ചിന്തിക്കേണ്ടതും ഒക്കെ. യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നാം. ഒരു ശരീരവും പലരും തമ്മിൽ അവയവങ്ങളാണ് നാം. അതുകൊണ്ട് യേശു ആരെ വേണമെങ്കിൽ തൊടും. അതുകൊണ്ട് അതൊരു അയിത്തമല്ല. യേശുവിന് അങ്ങനെയില്ല. കാരണം പാപികളെ തേടി വന്ന ഒരു ദൈവപുത്രനാണ്. ശിമോൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിച്ചത്. എന്നാൽ യേശു അവൻ്റെ മനസ്സിൽ അവൻ ചിന്തിച്ചറിഞ്ഞ് ശിമോനോട് യേശു ചോദിച്ചു, ശിമോനെ, ഒരു കടക്കാരന് ഒരു കടം കൊടുക്കുന്നവന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവന് 500 വെള്ളിക്കാശും രണ്ടാമത്തവന് 50 വെള്ളിക്കാശും അവർ കടം പെട്ടിരുന്നു. അവർക്ക് വീട്ടുവാൻ കഴിയാതെ വന്നപ്പോൾ കടം കൊടുക്കുന്നവൻ അവർക്ക് തന്നെ ഇളച്ചു കൊടുത്തു. ഇതിലാരാണ് കടം കൊടുത്തവനെ കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞു, കൂടുതൽ ഇളച്ചു കിട്ടിയവൻ എന്ന്. യേശു പറഞ്ഞത് വളരെ ശരിയാണ്, നീ വിധിച്ചത് ശരിയെന്ന്. എന്നാൽ ഒന്ന്, നിൻ്റെ വീട്ടിൽ ഞാൻ വന്നപ്പോൾ നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല, എന്നെ നീ ചുംബിച്ചില്ല, എൻ്റെ തലയിൽ നീ തൈലം പൂശിയില്ല. എന്നാൽ ഇവൾ എല്ലാം ചെയ്തു. ഇവൾ എന്നെ അധികം സ്നേഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവളുടെ അനേക പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. സ്നേഹം സകല പാവങ്ങൾക്കും മോചനം നൽകുന്നു എന്നാണ്. ഇവൾ അധികം സ്നേഹിച്ചതുകൊണ്ട് അവളുടെ അനേക പാവങ്ങൾ ഞാൻ മോചിച്ചിരിക്കുന്നു എന്ന്. അതായത് അവളുടെ അനേകം പാവങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവൾ വളരെ ദുഃഖിതയെ കണ്ടത്. അതുകൊണ്ടാണ് അവളുടെ കണ്ണീർ കണങ്ങൾ യേശുവിൻ്റെ കാലിൽ വീണത്. അതവൾ തുടച്ച്, അവൾ ചുംബിച്ച്, അവൾ വിലയേറിയ സ്വച്ഛ ജഡമാംസ തൈലം കാലിൽ പുരട്ടി. അവളുടെ സ്നേഹം ശുശ്രൂഷയിലൂടെ അറിയിച്ചു. ഇതൊരു മഹത്തായൊരു സ്നേഹമായിട്ടാണ് യേശു കാണുന്നത്. ഇവിടെ ചുംബിക്കുന്നതെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധ ചുംബനമാണ് അവൾ യേശുവിൻ്റെ കാലിൽ നൽകിയത്. ഇവിടെ ശിമോനോട് തന്നെ യേശു പറയുന്നത്, നീ എന്നെ ചുംബിച്ചില്ല, എൻ്റെ കാൽ വെള്ളം തന്നില്ല. അപ്പോൾ ശിമോൻ എന്ന് പ്രതീക്ഷിച്ച ചുംബനം വിശുദ്ധ ചുംബനമാണ്. അപ്പോൾ ഇവിടെ സ്ത്രീ യേശുവിൻ്റെ പാദത്തിൽ ചുംബിച്ചത് വിശുദ്ധ ചുംബനമാണ്. അപ്പോൾ അവൾ കൂടുതൽ സ്നേഹിച്ചതുകൊണ്ട് അവളുടെ അനേക പാവങ്ങൾ മോചിച്ചു. അവളോട് യേശു, നിൻ്റെ പാവങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, നീ സമാധാനത്തോടെ വീട്ടിൽ പോവുക എന്ന്. ഇത്
തൻ്റെ അപ്പോസ്തലനായ യൂദാസ് ഇവൾ ശുചിജട മൗസത്തൈലം യേശുവിൻ്റെ കാലിൽ പുരട്ടിയപ്പോൾ അതിൻ്റെ സുഗന്ധം വീട് മുഴുവൻ നിറഞ്ഞു. അതുകൊണ്ട് യൂദാസ് അതിനെക്കുറിച്ച് പറയുകയാണ്, ഇത് ഒരു പാഴ്ചെലവാണ്, ഇത് 300 വെള്ളിക്കാശിന് വിറ്റിരുന്നെങ്കിൽ ദരിദ്രർ കൊടുക്കാമായിരുന്നു എന്ന്. അപ്പോൾ അതിനെ യേശു പറയുന്നത്, അവളെ ഇടുക, ദരിദ്രർ എപ്പോഴും നിങ്ങൾക്കുണ്ട്, ഞാനോ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഇവൾ എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി എൻ്റെ മേൽ തൈലം പൂശിയതായിരുന്നു. അതുകൊണ്ട് ഇവൾ ചെയ്ത പ്രവൃത്തികൾ ലോകത്തിൽ സുവിശേഷം അറിയിക്കുന്ന ഇടങ്ങളിലൊക്കെയും ഇവരുടെ ഓർമ്മയ്ക്കായി ഇത് പ്രസ്താവിക്കപ്പെടും എന്ന് യേശു അറിയിച്ചു. ഇത് 4 സുവിശേഷങ്ങളിലും ഇങ്ങനെ ഈ സ്ത്രീ, പാവിയ സ്ത്രീ, ഒരു സ്ത്രീ, യോഹന്നാൻ സുവിശേഷത്തിൽ ആ സ്ത്രീയെ ബേഥാന്യ സ്ത്രീ എന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലാണ് ഈ സ്ത്രീ ആരെന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇനി നെക്സ്റ്റ് ലൂക്ക 24-ാം അധ്യായത്തിൽ യേശുവിനെ ക്രൂശിക്കപ്പെട്ടതിന് ശേഷം യേശുവിൻ്റെ ശരീരം കല്ലറയ്ക്കൽ വയ്ക്കപ്പെടുന്നുണ്ട്. മഗ്ദലക്കാരത്തി മറിയ ക്രൂശിക്കപ്പെട്ട് 3-ാം ദിവസം, അതായത് പെസഹ വ്യാഴത്തിൻ്റെ അന്ന് യേശു പിടിക്കപ്പെടുന്നു. വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെടുന്നു. ശനിയാഴ്ച യഹൂദന്മാർക്ക് സ്വസ്ഥതയുള്ള ദിവസമാണ്. അന്ന് ഒരു പ്രവൃത്തികളും അവർ ചെയ്യില്ല. ശബത്ത്. അതുകൊണ്ട് ആഴ്ചവട്ടം 1-ാം നാൾ ഞായറാഴ്ച യേശുവിൻ്റെ കല്ലറയ്ക്കൽ മഗ്ദലക്കാരത്തി മറിയ പരിമള തൈലവുമായിട്ട് യേശുവിനെ പൂശാനായിട്ട് വരികയാണ്. എന്നാൽ അവൾ കല്ലറയ്ക്കൽ എത്തിയപ്പോഴേക്കും യേശു അവിടെ നിന്ന് ഉയിർത്തെഴുന്നേറ്റ് പോയിരിക്കുന്നു. അവൻ്റെ ശരീരം അവിടെ കാണുന്നില്ല. മറിയ ദൂതൻ പറഞ്ഞു, യേശു ഉയിർത്തെഴുന്നേറ്റു എന്ന്. അങ്ങനെ അവൾ അവിടെ വളരെ ദുഃഖിതയായി. അവൾക്ക് അവിടെ യേശുവിൻ്റെ ശരീരത്തിൽ പരിമളത്തിൽ പൂശാൻ അവൾ കഴിയുന്നില്ല. എന്നാൽ അവൾക്ക് ഒരവസരം മുൻപേ ലഭിച്ചു. യേശുവിൻ്റെ കാലിൽ അവൾ പരിമളത്തൈലം പൂശി. നമ്മൾക്ക് ബേഥാനയിലെ ശിമോൻ്റെ വീട്ടിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞ വിഷയമാണിത്. യേശു ഒരു കാര്യം പറയുമ്പോഴെപ്പോഴും മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണ് സംസാരിക്കുന്നത്. ഇവൾക്ക് തൻ്റെ ശവസംസ്കാരത്തിൽ തൈലം പൂശാൻ കഴിയില്ല എന്ന് മുൻകൂട്ടി യേശുവിനെ അറിയാമായിരുന്നു. അതുകൊണ്ട് യേശു ഒരു പ്രവാചകൻ മാത്രമല്ല, എല്ലാം അറിയാവുന്ന ഒന്നാണ്. ഭാവി കാര്യങ്ങൾ എല്ലാം അറിയാം. അതിൽ നിന്നൊരു ഉദാഹരണമാണ് മഗ്ദല മറിയയ്ക്ക് യേശുവിൻ്റെ സംസ്കാരത്തിൽ പരിമളത്തേലും പൂച്ചാൻ കഴിയില്ല എന്ന് മുൻകൂട്ടി അറിഞ്ഞ് ആ ഒരു അവസരം ബേഥാനിയിലെ ശിമോൻ്റെ വീട്ടിൽ വെച്ച് അവൾക്ക് ആ ഒരു അവസരം കൊടുത്തത്. യേശു എല്ലാം അറിയുന്നതെന്ന് പറയുമ്പോൾ യേശു ദൈവപുത്രനാണ്. പിതാവിൻ്റെ കാര്യങ്ങൾ അറിയിക്കാനാണ് ഇവിടെ വന്നത്. പിതാവിനനുസരിക്കുന്ന ഒരു പുത്രനാണ്. താൻ ആരാണെന്നും താൻ ഭൂമിയിൽ
അവസാനിക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ അറിയാം. താൻ ക്രൂശിൻ്റെ മരണത്തെക്കുറിച്ച് എല്ലാം യേശുവിന് മുൻകൂട്ടി അറിയാമായിരുന്നു. അതുപോലെ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് അവസരം നഷ്ടപ്പെടും, അതായത് തൈലം പൂശുന്നതിന് വേണ്ടിയുള്ള അവസരം നഷ്ടപ്പെടുമെന്നും അത് മുൻകൂട്ടി അവൾക്ക് ഒരവസരം നൽകും എന്നും യേശുവിനെ അറിയാമായിരുന്നു. എല്ലാം ഒരു നിശ്ചയമാണ്. യേശുവിനെ സംബന്ധിച്ചോളം, യേശുവിൻ്റെ ജീവിതത്തിൽ സംബന്ധിച്ചോളം യേശു നമുക്ക് തരുന്ന പാഠം എല്ലാം മുൻകൂട്ടി അറിയുന്ന ഒരു ദൈവപുത്രൻ. ഓരോ മനുഷ്യനെക്കുറിച്ചും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത മനോവിചാരങ്ങളെ അറിയുന്ന ഒരു ദൈവപുത്രൻ. അത് ഈ വേദാനിയിൽ വെച്ച് ശിമോൻ പത്രോസ് മനസ്സിൽ വിചാരിച്ച കാര്യം തന്നെ യേശു അറിഞ്ഞ് അവനെ ആ കാര്യങ്ങൾ വിവരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു ടീച്ചറിനെയാണ് നമുക്ക് യേശുവിനെ അവിടെ വെച്ച് കാണാൻ കഴിയുന്നു. അതുപോലെ തൻ്റെ അപ്പോസ്തലന്മാരോട് ഉപമകളായിട്ട് വിവരിക്കുന്ന ഭാഗങ്ങളൊക്കെ സുവിശേഷത്തിൽ വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മഗ്ദലക്കാരത്തി മറിയ എന്ന് 4 സുവിശേഷങ്ങൾ വരുന്ന സ്ത്രീ, ബേഥാനിയിലെ മറിയ, ഇവയെല്ലാം മഗ്ദലക്കാരത്തി മറിയ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.